കോഴിക്കോട് മാനാഞ്ചിറയിൻ്റെയും SM സ്ട്രീറ്റിൻ്റെയും തൊട്ടടുത്താണ് ഞങ്ങളെ ലൈബ്രറി ഉള്ളത്. ലൈബ്രറിയുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഐഡിയൽ ബുക്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. ഇവിടെ പുതിയ പുസ്തകങ്ങളും സെക്കൻഡ് ഹാൻഡ് പുസ്തകങ്ങളൊക്കെ നല്ല ഡിസ്കൗണ്ട് വിലക്കുറവിൽ ഇവിടുന്ന് കിട്ടും. ഒട്ടുമിക്ക എല്ലാ പുസ്തകങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുന്നതാണ്. അങ്ങനെ രാവിലെ 10 മണിയാകുമ്പോൾ ലൈബ്രറിയിലെത്തി ലിഫ്റ്റ് കയറി പഞ്ച് ചെയ്ത് രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആര്യഭവനിലേക്കാണ് പോകുന്നത്. ആര്യഭവനിലെത്തി പുട്ടും കടലയാണ് ഓർഡർ ചെയ്ത്. പുട്ടും കടല അങ്ങനെ വന്ന് അതൊക്കെ നന്നായിട്ട് കഴിച്ച് അതിനുശേഷം ലൈബ്രറിയിലെത്തി കുറച്ച് പുസ്തക പർച്ചേസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് തീർത്ത് കേരള വിഷൻ ന്യൂസ് ചാനലിൽ നിന്ന് വന്നിരുന്നു. അവർ ലൈബ്രറീൻ്റെ കുറച്ച് വീഡിയോസും കുറച്ച് ബൈറ്റൊക്കെ എടുത്ത് പോയി. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഇന്നും ലൈബ്രറിയിലേക്ക് കുറച്ച് പുസ്തകങ്ങൾ വാങ്ങാനുണ്ട്. അങ്ങനെ ഞാനും രഞ്ജിത്തേട്ടനും കൂടെ SM സ്ട്രീറ്റിലൂടെ നടന്ന് നേരെ TBS ബുക്ക് സ്റ്റാളിലേക്കാണ് പോകുന്നത്. പെരുന്നാളായതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു SM സ്ട്രീറ്റിലൊക്കെ. അങ്ങനെ ഞങ്ങൾ നടന്ന് TBS ബുക്ക് സ്റ്റാളിലെത്തി കുറച്ച് പുസ്തകങ്ങളൊക്കെ ഞങ്ങൾ നോക്കി. കുറച്ച് നോവലും കഥകളും കവിതകളും ഒക്കെ സെലക്ട് ചെയ്ത് ഞങ്ങൾ ലൈബ്രറിയിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക കോർണറൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ ലൈബ്രറിയിൽ പുസ്തകങ്ങൾ വായിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ചിൽഡ്രൻസ് ബുക്കുകളൊക്കെ സെലക്ട് ചെയ്ത് പർച്ചേസൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ TBS ഇറങ്ങി. പിന്നെ ലൈബ്രറിയിലെത്തി പഞ്ച് ചെയ്തു. പിന്നെ ബൈക്ക് കയറി നേരെ കോഴിക്കോട് സ്റ്റാൻഡിൽ വന്നിറങ്ങി. അവിടുന്ന് നാട്ടിലേക്കും ബസ് കയറി. അങ്ങനെ വീട്ടിലെത്തി വീട്ടിൽ നിന്നൊരു ചായയും ഒരു കായപ്പൊക്കെ കഴിച്ച് അങ്ങനെ സുഖസുന്ദരമായിട്ടിരുന്നു.